Next topic is arithmetic progression. നമ്മൾ arithmetic progression, geometric progression, harmonic progression ഇങ്ങനത്തെ മൂന്ന് കാര്യങ്ങളാണ് ഇനി പഠിക്കാൻ പോകുന്നത്. Sequences and series നമുക്ക് generally പറയാം. So നമുക്ക് arithmetic progression ആണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. എന്താണ് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? പഠിച്ചിട്ടില്ലേ? Example പറയാണെന്നുണ്ടെങ്കിൽ 1, 4, 7, 10 etc. is an example for arithmetic progression. ഇത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഫിക്സഡ് ഡിഫറൻസ് ഉണ്ടാവും. അതായത് ഒരു നമ്പറിൽ നിന്ന് അടുത്ത നമ്പർ കിട്ടുന്നത് ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്തിട്ടാണ്. 1ന്റെ കൂടെ 3 ആഡ് ചെയ്തപ്പോൾ 4 കിട്ടി, 4ന്റെ കൂടെ 3 ആഡ് ചെയ്തപ്പോൾ 7 കിട്ടി, 7ന്റെ കൂടെ 3 ആഡ് ചെയ്തപ്പോൾ 10 കിട്ടി, പിന്നെ അങ്ങനെ പോവാണ്. അപ്പോൾ there is a fixed difference or common difference. 3 ആണ് common difference. Any term minus previous term അല്ലേ, അതൊരു ഫിക്സഡ് നമ്പർ ആണ്. വേറെ എക്സാമ്പിൾ 3, 2, 1, 0 etc. is an example for arithmetic progression. കോമൺ ഡിഫറൻസ് -1 ആണ്. കാരണം -1 ആഡ് ചെയ്യുമ്പോഴാണ് അടുത്ത നമ്പർ കിട്ടുന്നത്. മനസ്സിലായല്ലോ? ഇതിന്റെ ജനറൽ ഫോം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ടേം ഡിനോട്ടഡ് ബൈ എ, second term a plus d, then a plus 2d, a plus 3d etc. d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്. നമ്മൾ ആഡ് ചെയ്യുന്ന ഫിക്സഡ് നമ്പർ ഇല്ലേ, അതാണ് കോമൺ ഡിഫറൻസ് d. a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്. ക്ലിയർ? ഇതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുല ഞാൻ ഇങ്ങനെ എഴുതി പോവാം, നിങ്ങളത് നോട്ട്ബുക്കിൽ എഴുതിയിരിക്കണം. ഇതിങ്ങനെ പോയി ക്വസ്റ്റ്യൻ വരും. 100th ടേം എന്താണ്, 70th ടേം എന്താണ്, അങ്ങനെ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ in an AP arithmetic progression nth term is given by a plus n minus 1 into d by heart ആക്കണം. a plus n minus 1 into d. നമുക്ക് ആദ്യം ആ ഫോർമുലാസ് എല്ലാം പഠിച്ചിട്ട് പ്രോബ്ലം ചെയ്യാം. വേറൊരു ഫോർമുല വരുന്നത് n കാണാനുള്ള ഫോർമുലയാണ്. അതായത് ഒരു AP തരും 1, 4, 7, 10 etc. എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് നമ്പറും തരും. ലൈക്ക് 1, 0, 1, 4, 7 അങ്ങനെ എന്തെങ്കിലും തരും. കുറേ ടേമുകൾ കഴിഞ്ഞിട്ട് അവസാനത്തെ നമ്പറും തരും. ഈ APയിൽ എത്ര ടേംസ് ഉണ്ടെന്നായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം. അപ്പം അതാണ് അടുത്ത ഫോർമുലയായിട്ട് പറഞ്ഞിരിക്കുന്നത്. നമ്പർ ഓഫ് ടേംസ് ഇൻ an AP is given by ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1 ബൈ ഹാർട്ട് ആക്കാം. ലാസ്റ്റ് ടേം തന്നിട്ടുണ്ടാവും നിങ്ങൾക്ക്. ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. ഇതാണ് നമ്പർ ഓഫ് ടേംസ്. ഇനി അടുത്തത് സം ഓഫ് n ടേംസ് കാണാനുള്ള ഫോർമുല. ഇതുപോലെ ഒരു AP തന്നിട്ട് ആദ്യത്തെ 10 ടേംസ് ആഡ് ചെയ്താൽ എന്ത് കിട്ടും, അല്ലെങ്കിൽ ഫസ്റ്റ് 20 ടേംസ് ആഡ് ചെയ്താൽ എന്ത് കിട്ടും. Sn equal to n/2 into 2a plus n minus 1 into d by heart ആക്കണം. And another formula is n/2 into first term plus last term. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും അറിയാമെങ്കിൽ ഈ ഫോർമുല യൂസ് ചെയ്യാം. വേറെ റിസൾട്ട്, if ABC are in AP then B equal to a plus c by 2. നമ്മളൊരു പേര് പറയാം, പേര് ഓർത്ത് വെച്ചേക്കണം. അരിത്തമെറ്റിക് മീൻ. അരിത്തമെറ്റിക് മീൻ ബിറ്റ്വീൻ എ ആൻഡ് സി എന്ന് പറയും. ആവറേജ്. ഓക്കെ, 3 നമ്പർ APയിലാണെന്നുണ്ടെങ്കിൽ മിഡിൽ ടേം ഈസ് ഗിവൺ ബൈ എ പ്ലസ് സി ബൈ 2. ഇത്രയും കാര്യങ്ങൾ എന്തായാലും ബൈ ഹാർട്ട് ആക്കണം. ഇത് എഴുതിയെടുത്തല്ലോ. ക്വസ്റ്റ്യൻ നോക്കാം. NDA 2023. nth term of a sequence is 2n plus 5 by 7. What is the sum of first 140 terms? ഒരു AP ആയിരിക്കണം. ഓക്കെ, നമുക്ക് എഴുതി നോക്കാം. nth term is given by 2n plus 5 divided by 7. n-ന് 1 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ we get first term. n-ന് 1 കൊടുത്താൽ a1 കിട്ടും. ഇവിടെ n-ന് 1 കൊടുത്താൽ 7/7 1 കിട്ടും. ദാറ്റ് ഈസ് ഫസ്റ്റ് ടേം. a എന്ന് എഴുതാം. സെക്കൻഡ് ടൈം കിട്ടണമെങ്കിൽ n-ന് 2 കൊടുത്താൽ മതി. n-ന് 2 കൊടുത്തു നോക്കിയേ.
2 കൊടുത്തു കഴിഞ്ഞാൽ 2 × 2 4, 4 + 5 അല്ലേ, 4 + 5 9/7 ശരിയല്ലേ. 3 കൊടുത്താൽ വി ഗെറ്റ് A3. നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഇതെന്താണ്, ഇതൊരു AP ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ n-ന് 1 കൊടുത്തു, 1 കിട്ടി. n-ന് 2 കൊടുത്തപ്പോൾ 5 + 4 9/7 കിട്ടി. സോ വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? A2 - A1 will be the common difference. 9/7 - 1 ചെയ്താൽ ചെയ്ത് കാണിക്കണ്ടല്ലോ 2/7. അപ്പൊ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും റെഡി ആയിട്ടുണ്ട് അല്ലേ. AP-യുടെ ഫസ്റ്റ് ടേം 1 ആണ്, കോമൺ ഡിഫറൻസ് 2/7 ആണ്. n 140 ആണ്. 140 ടേംസുകളാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളെ ഫോർമുല Sn = n/2 × 2a + n - 1 × d. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് n? 140 അല്ലേ. n 140 ആണ്. 2a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 2 × 1. n എന്ന് പറഞ്ഞാൽ 140 - 1 × d. d എന്ന് പറഞ്ഞാൽ 2/7. ചെയ്തു വരുമ്പോൾ 140/2 70 വരും. ഇവിടെ ബ്രാക്കറ്റിനുള്ളിൽ 2 + 139 × 2 / 7 കിട്ടും. 70 ഉള്ളിലോട്ട് എടുക്കുക. അത് ഇങ്ങനെ പറഞ്ഞു പോയാൽ മതിയല്ലോ അല്ലേ. 139 × 2 × 10 വരും. നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഇവിടെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആ 70 ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തതാ. 70 × 2 140. 70 × this ചെയ്യുമ്പോൾ ഒരു 7 വെട്ടിപ്പോവും. ചെയ്തു വരുമ്പോ ഇവിടെ ഞാൻ കാൽക്കുലേഷൻ കാണിക്കാം. 139 × 2 278 0 + 140 2920 ആണ് ആൻസർ വരുന്നത്. 2920 ഓപ്ഷൻ സി ആണ് ആൻസർ. ക്ലിയർ ആയല്ലോ ഇത് അല്ലേ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി. ഇനി നമുക്ക് അടുത്തത്